സ്കൂൾ തുറക്കുന്നതിന് മുമ്പായി കുട്ടികൾക്ക് വേണ്ടി നമ്മൾ അവരുടെ ബാഗ്, യൂണിഫോം, ബുക്ക് ഇതൊക്കെ സെറ്റാക്കും. പക്ഷേ പലപ്പോഴും പാരൻസ് മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. ഇത് കാരണം കുട്ടികൾ സ്കൂളിലെത്തിയ ആദ്യത്തെ ഒരാഴ്ച പലപ്പോഴും പകൽ സമയത്ത് ക്ഷീണോ, ദേഷ്യം, വാശി, ശ്രദ്ധക്കുറവ് തുടങ്ങിയൊക്കെ അവർക്ക് ഉണ്ടാവാം. മാത്രമല്ല പലപ്പോഴും സ്കൂളിലേക്ക് രാവിലെ പോകാനുണ്ടാവുന്ന മടിക്കുള്ള കാരണവും ഇത് തന്നെയാവാം. സ്ലീപ്പ് ഷെഡ്യൂൾ ശരിയാക്കാത്തത്. ഇതിന് പിന്നിലെ ബയോളജി എന്താണെന്ന് നമുക്ക് നോക്കാം. വെക്കേഷൻ കാലത്ത് കുട്ടികൾ വൈകി ഉറങ്ങുന്നതും വൈകി എഴുന്നേൽക്കുന്നതും അവർക്കൊരു ശീലമായിട്ടുണ്ടാവാം. പലപ്പോഴും നമ്മളത് പ്രശ്നമാക്കാറുമില്ല. എങ്കിലും അവരുടെ ബോഡിയിലെ സർക്കാഡിയം റിതം, അതായത് ബയോളജിക്കൽ ക്ലോക്ക് 2-3 മണിക്കൂർ വൈകിയായിട്ടായിരിക്കും സെറ്റായിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ ജൂൺ 1-ാം തീയതി നമ്മൾ രാവിലെ സ്കൂളിൽ പോകാൻ വേണ്ടി കുട്ടിയെ എഴുന്നേൽപ്പിക്കുമ്പോൾ അവരുടെ ബ്രെയിൻ ചിന്തിക്കുന്നത് ഇത് രാത്രിയാണല്ലോ എന്നാണ്. അവരുടെ ബോഡിക്ക് റീസെറ്റ് ആവാൻ കുറച്ച് ടൈം എടുക്കും. ദീർഘനേരമുള്ള ഒരു ഫ്ലൈറ്റ് യാത്ര കഴിഞ്ഞ് വേറെ നാട്ടിലെത്തി കഴിഞ്ഞാൽ നമുക്കൊക്കെ ഉണ്ടാവുന്ന ജെറ്റ് ലാഗ് പോലെ തന്നെയാണ് ഇതും. കുട്ടികൾക്ക് വേണ്ടത്ര ഉറക്കം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് പഠനത്തിലെ ശ്രദ്ധക്കുറവ്, സ്വഭാവത്തിലെ ദേഷ്യോ, വാശി ഇതൊക്കെ ഉണ്ടാവാം. അമേരിക്കൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സിൻ്റെ ഗൈഡ് ലൈൻ പ്രകാരം 6 തൊട്ട് 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 9 മുതൽ 12 മണിക്കൂറുള്ള ഉറക്കം നിർദ്ദേശിക്കുന്നു. അതേപോലെ കൗമാരക്കാർക്കാണെങ്കിൽ 8 തൊട്ട് 10 മണിക്കൂറെങ്കിലും ഉറക്കം വേണം. ഇത് ലഭിച്ചില്ലെങ്കിൽ അവരുടെ പഠനത്തിലെ ഏകാഗ്രത കുറവ്, സ്വഭാവത്തിലൊക്കെ മാറ്റം ഉണ്ടാവാം. ഇത് ശരിയാക്കാൻ വേണ്ടി നമുക്ക് ഇന്ന് മുതൽ ചെയ്യാവുന്ന എളുപ്പത്തിലുള്ള 3 കാര്യങ്ങൾ നോക്കാം. ഒന്നാമതായി, കുട്ടിയെ എല്ലാ ദിവസവും 15 മിനിറ്റ് മുമ്പായി ഉറക്കുകയും 15 മിനിറ്റ് മുമ്പായി എഴുന്നേൽപ്പിക്കുകയും ചെയ്യാം. ഒറ്റയടിക്ക് നമ്മൾ 1-2 മണിക്കൂർ നേരത്തെ ഉറക്കാനും എഴുന്നേൽപ്പിക്കാനോ ശ്രമിച്ചു കഴിഞ്ഞാൽ അവരുടെ ബോഡി അഡ്ജസ്റ്റ് ആയിക്കൊള്ളുന്നില്ല. പതിയെ ചെയ്യുന്നതിലൂടെ ജൂൺ 1-ആകുമ്പോഴത്തേക്ക് നമുക്ക് അവരുടെ സ്കൂളിൻ്റെ ഷെഡ്യൂളിനനുസരിച്ച് അവരുടെ ബയോളജിക്കൽ ക്ലോക്കിനെ റീസെറ്റ് ചെയ്തെടുക്കാം. രണ്ടാമതായി, രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ കർട്ടനുകൾ മാറ്റുകയോ അല്ലെങ്കിൽ കുട്ടിയെ പുറത്ത് കൊണ്ടുപോയി 5-10 മിനിറ്റ് പുറത്ത് കൊണ്ടുപോവുക. നാച്ചുറൽ ആയിട്ടുള്ള മോർണിംഗ് സൺലൈറ്റ് നമ്മുടെ സർക്കാഡിയം റിതം റീസെറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. മൂന്നാമതായി, രാത്രി 8 മണിക്ക് ശേഷം കുട്ടിക്ക് ഫോണ്, TV, ടാബ് ഇതൊന്നും കൊടുക്കരുത്. ഇതിൽ നിന്നുള്ള ബ്ലൂ ലൈറ്റ് നമ്മുടെ നാച്ചുറലി ഉറക്കത്തിന് ഹെൽപ്പ് ചെയ്യുന്ന മെലറ്റോണിൻ എന്ന ഹോർമോണിനെ കുറയ്ക്കുന്നു. ഈ വീഡിയോ ജൂൺ 1-ന് കുട്ടിയെ സ്കൂളിൽ അയക്കുന്ന ഒരു പാരന്റിന് അയച്ചു കൊടുക്കാം. ഇതുപോലുള്ള ചൈൽഡ് ഹെൽത്ത് ഇൻഫർമേഷന് വേണ്ടി ഈ പേജ് ഫോളോ ചെയ്യാം.